ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയിൽ നാം ഇപ്പോൾ യോഹന്നാൻ്റെ 1-ാം ലേഖനമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമല്ലോ. 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കവർ ചെയ്യുകയുണ്ടായി. ശ്രദ്ധിച്ച് കേട്ടവർക്ക് അതൊക്കെ മനസ്സിലായി കാണും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അവൻ നടന്നതുപോലെ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ 6-ാം വാക്യം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ. നമുക്ക് ആദ്യ ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. ഈ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ക്ലാസ്സിനൊരു തലക്കെട്ട് കൊടുക്കുന്നത് നല്ലതാണ്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ വായിച്ച് കേട്ട് കാണും, ശ്രദ്ധിച്ച് കാണും, പഴയ കൽപ്പന അല്ലേ, പുതിയ കൽപ്പന. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുതിയ കൽപ്പന. അതുകൊണ്ട് പഴയതും പുതിയതുമായ കൽപ്പന എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിന് പേര് കൊടുക്കാവുന്നതാണ്. പഴയതും പുതിയതുമായ കൽപ്പന, സംതിങ് ഓൾഡ് ബട്ട് സംതിങ് ന്യൂ. ഇത് പഴയതാണ്, എന്നാൽ പുതിയതായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു കാര്യം ആമുഖമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കാലപ്പഴക്കത്തിൽ വാക്കുകൾക്ക് അർത്ഥം നഷ്ടപ്പെടാറുണ്ട്. കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾക്കും അർത്ഥം ഇല്ലാതെ ആകാറുണ്ട്. അങ്ങനത്തെ ഒരു വാക്കാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ അർത്ഥം നഷ്ടപ്പെട്ട ഒരു വാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും എനിക്ക് നിന്നോട് സ്നേഹമാണ്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്താ സാറേ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ച് കാണുകയില്ല. അല്ല, നമ്മൾ ഈ കോമൺ ലാംഗ്വേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പം ഐ ലവ് ദാറ്റ് ഹാറ്റ്, ഐ ലവ് ദാറ്റ് പെൻ എന്നൊക്കെ പറയും. ഞാൻ ആ തൊപ്പിയെ സ്നേഹിക്കുന്നു, ഞാൻ ഈ പേനയെ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ഭാര്യയോടും പറയും ഐ ലവ് യു. അല്ലെങ്കിൽ നമ്മൾ പറയും മത്തായിയും മറിയാമ്മയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഈ പേനയോട് സ്നേഹമാണ്, തൊപ്പിയോട് സ്നേഹമാണ് എന്ന് പറഞ്ഞതും ഭാര്യയോട് സ്നേഹമാണെന്ന് പറഞ്ഞതും എല്ലാം ഒന്നാണോ അതോ തമ്മിൽ വ്യത്യാസമുണ്ടോ? പിന്നെ സ്നേഹം എന്ന് പറയുന്നത് ഒരു അർത്ഥവുമില്ലാതെ പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഭാര്യയോടുള്ള സ്നേഹം എങ്ങനെ പേനയോടുള്ള സ്നേഹമാകും? പേനയോടുള്ള സ്നേഹം, പേന നന്നായിട്ട് പ്രവർത്തിക്കാത്തപ്പം വലിച്ചെറിയുന്നത് പോലെ ഭാര്യയെ വലിച്ചെറിയാൻ പറ്റുമോ? അപ്പം ഈ സ്നേഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കാലം കൊണ്ട് നഷ്ടപ്പെടുകയും അർത്ഥം അറിയാതെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പല വാക്കുകളും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, വെറുതെ ഒരർത്ഥമില്ലാതെ വാക്കുകൾ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇതിൻ്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ എന്ന് സഭാപ്രസംഗം നമ്മൾ ഓർമ്മപ്പെടും. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമാണ്, ഇതിൻ്റെ വാക്ക് ചുരുക്കം ആയിരിക്കണം, എനിക്ക് അബദ്ധവശാൽ വന്നുപോയി എന്ന് പറയാൻ ഇടയാകരുത് എന്ന് വചനമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ മൂല്യം നഷ്ടപ്പെട്ട ഒരു വാക്കായിട്ട് ഈ സ്നേഹം പലപ്പോഴും വില കുറഞ്ഞതായി അധപ്പതിച്ച് പോകുന്നുണ്ട്. എന്നാൽ ഈ യോഹന്നാൻ്റെ ലേഖനം നിങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ മൂല്യം കുറഞ്ഞൊന്നിനെയും കാണാൻ പാടില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 3 വാക്കുകൾ ആവർത്തിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്നത് ജീവൻ, സ്നേഹം, വെളിച്ചം. കാരണം ദൈവം ജീവനാണ്, ദൈവം സ്നേഹമാണ്, ദൈവം വെളിച്ചമാണ്. ഓർക്കുന്നുണ്ടല്ലോ, ഗോഡ് ഈസ് ലൈറ്റ്, ഗോഡ് ഈസ് ലവ് ആൻഡ് ഗോഡ് ഈസ് ലൈഫ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണം. ഒന്നും ഉദ്ദേശിക്കാതെ ജീവനെന്ന് പറയാൻ പാടില്ല, സ്നേഹമെന്ന് പറയാൻ പാടില്ല, വെളിച്ചമെന്ന് പറയാൻ പാടില്ല. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് എന്ന് പിന്നെ തിരുത്തേണ്ടതായിട്ട് വരാത്ത തരത്തിൽ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ വായിച്ച ഈ വേദഭാഗം, അതായത് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തിയ സ്നേഹം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെയാണ്, ക്രിസ്തീയ സ്നേഹം. പക്ഷേ ഈ ലേഖനം തുടർന്ന് വായിച്ചു പോവുകയാണെങ്കിൽ വേറെ ചില ഭാഗങ്ങളിലും ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
അല്ല, ഞാൻ ഇങ്ങനെ പറയാം, 3 പ്രത്യേക ഭാഗങ്ങളിൽ ഈ ലേഖനത്തിൽ സ്നേഹം എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. പറഞ്ഞു വരുമ്പോൾ അവസാനം ദൈവം സ്നേഹമാകുന്നു എന്നും പറയുന്നുണ്ട്. ആ 3 ഭാഗങ്ങൾ ഞാനൊന്ന് പറയാം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഗൗരവമായിട്ട് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ മാത്രം ഒന്ന് എടുത്ത് വായിക്കുകയാണെങ്കിൽ, ഇടയ്ക്കുള്ള ഒന്നും വായിക്കരുത്, ഈ ഭാഗം മാത്രം വായിക്കുകയാണെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് നല്ലൊരു ദർശനം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമത് 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ, രണ്ടാമത് 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 24 വരെ, മൂന്നാമത് 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 21 വരെ. കിട്ടിയല്ലോ? 2-ന്റെ 7 മുതൽ 11 വരെ, 3-ന്റെ 10 മുതൽ 24 വരെ, 4-ന്റെ 7 മുതൽ 21 വരെ. അതിനിടയ്ക്കുള്ള വാക്യങ്ങളൊന്നും വായിക്കാതെ ഈ 3 ഭാഗങ്ങൾ മാത്രം എടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് സ്നേഹത്തെക്കുറിച്ച് ഒരു പുതിയ ദർശനം ലഭിക്കുവാൻ, യോഹന്നാൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു ദർശനം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനെക്കുറിച്ച് ഇങ്ങനെയും കൂടി ഞാൻ പറയാം. ഈ 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള ഭാഗത്ത് ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ അത് നടത്തുന്നത് എങ്ങനെയായിരിക്കും? വെളിച്ചവും ഇരുളും എന്ന ആശയം അവിടെ വരുന്നുണ്ട്. സ്നേഹിക്കുന്നവൻ ഇരുട്ടത്ത് നടക്കത്തില്ല, അവൻ എപ്പോഴും എവിടെ നടക്കും? വെളിച്ചത്തിൽ നടക്കും. 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹിക്കുന്നവൻ ജീവനിലാണ് നടക്കുന്നത്, അവനൊരിക്കലും മരണത്തിൽ നടക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ സത്യത്തിലാണ് നടക്കുന്നത്, അവനൊരിക്കലും ഭോഷ്കിൽ നടക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം വെളിച്ചം, ജീവൻ, സത്യം, അല്ലെങ്കിൽ ജീവൻ, സ്നേഹം, വെളിച്ചം, ഈ വാക്കുകൾ ആവർത്തിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ എന്നുള്ള കാര്യം ഓർക്കുക. നമ്മളിപ്പോൾ എല്ലാം കൂടെ പഠിക്കാൻ പോവുകയല്ല, നമ്മൾ വായിച്ചല്ലോ 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നാം പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. സ്നേഹത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിലല്ല, ഇരുട്ടത്തല്ല, വെളിച്ചത്തിലാണ് നടക്കുന്നത് എന്ന ആശയമാണ്. ഈ 3 കാര്യങ്ങളും മനസ്സിലിരിക്കണം. വെളിച്ചം, അന്ധകാരം, ജീവൻ, മരണം, സത്യം, ഭോഷ്ക്. ഇത് സ്നേഹം ഉള്ള ആളുകളുടെ ഉള്ളിൽ വരുന്നതാണ്. അവർക്ക് വെളിച്ചം കിട്ടും, ജീവൻ കിട്ടും, സത്യം എന്താണെന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും. 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഒരു വിശ്വാസി വെളിച്ചത്തിൽ നടക്കും, അവൻ ദൈവത്തെ അനുസരിക്കും, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും, അവൻ സഹോദരനെയും സ്നേഹിക്കും. നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ, അല്ലെങ്കിൽ 7-ാം വാക്യം വായിച്ചാലും മതി, 2-ന്റെ 7 വായിച്ചാൽ, പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ. അപ്പൊ ഈ കൽപ്പന എന്നുള്ള പദം കണ്ടോ? കൽപ്പന എന്തിനുള്ളതാ? അനുസരിക്കാനുള്ളതാണ്. അപ്പോൾ അത് അനുസരിച്ചുകൊണ്ട് നാം വെളിച്ചത്തിൽ നടക്കും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞായിരുന്നു. ഇനി 3-ന്റെ 10 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ജീവനും മരണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 9-ാം വാക്യം മാത്രം വായിച്ചാൽ 3-ാം അധ്യായത്തിൻ്റെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ജനിക്കുക എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഇപ്പൊ യഥാർത്ഥ സ്നേഹം വരണമെന്നുണ്ടെങ്കിൽ ജനിക്കണം, യഥാർത്ഥ സ്നേഹം വരണമെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിൽ നടക്കണം. ഇനി 4-ന്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 20-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത് സത്യവും ഭോഷ്കുമാണ്. അവിടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പൊ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിൽക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളീ പറഞ്ഞ ഈ 3 ഭാഗത്തും സ്നേഹിക്കുന്നതിനായിട്ട് 3 പ്രധാനപ്പെട്ട കാരണങ്ങളും എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം ഇങ്ങനെ എന്നുള്ളതിന് 3 കാരണങ്ങൾ. ഒന്നാമത് നമ്മൾ വായിച്ചായിരുന്നു, ആദ്യത്തെ 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കൽപ്പിച്ചു എന്ന വാക്യം ഓർക്കുന്നുണ്ടല്ലോ. കൽപ്പന തന്നു. 7-ാം വാക്യം എന്നോട് വായിക്കാം. 2-ന്റെ 7. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല. കൽപ്പന അനുസരിക്കാനുള്ളതാണെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കൽപ്പന നമുക്ക് ലഭിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ വെളിച്ചം കിട്ടുക ചെയ്യുന്നത്. മനസ്സിലായോ? വെൻ യു ലിസൺ ടു എ കമാൻഡ്മെൻറ്റ് ഓഫ് ഗോഡ്, ഗോഡ് ഈസ് ഗിവിങ് യു മോർ ലൈറ്റ് അബൌട്ട് ഇറ്റ്, അല്ലേ? ദൈവത്തിൻ്റെ ഒരു കൽപ്പന നമുക്ക് കിട്ടി, നമ്മളത് പ്രമാണിക്കാൻ പോകുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ പ്രകാശം, കുറച്ചുകൂടെ വെളിച്ചം നമുക്ക് ലഭിക്കുകയാണ്. 2-ാമത്തെ ഭാഗത്ത്, അതായത് 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ജനിച്ചു എന്നുള്ളതാണ് പ്രധാന കാര്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ പ്രകൃതം ഉള്ളത് കൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരോട്
പ്രകടിപ്പിക്കും. മൂന്നാമത്തെ ഭാഗം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 20-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവം വെളിപ്പെടുത്തുക ചെയ്യുന്നത്. ദൈവം തൻ്റെ സ്നേഹം നമ്മോട് വെളിപ്പെടുത്തി. അത് വെളിപ്പെടുത്തി അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചു. അപ്പോൾ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ളൊരു മാതൃക. അതാ സത്യം. ദൈവം സ്നേഹിച്ചു, ദൈവം തന്നെ വെളിപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് കഴിയും. അപ്പം നമ്മളിപ്പോൾ സ്നേഹത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സ്നേഹത്തെക്കുറിച്ച് യോഹന്നാൻ ആദ്യം എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ ഇങ്ങനെ എഴുതുക മാത്രമല്ല ചെയ്യുന്നത്, അത് ആചരിക്കുന്ന ആളും കൂടെ. നോട്ട് ജസ്റ്റ് റൈറ്റിംഗ് ബട്ട് ഈ പ്രാക്ടീസസ് ഓൾസോ. ലവ്, സ്നേഹിക്കണം എന്ന് എഴുതാൻ വളരെ എളുപ്പമാണല്ലേ, പറയാൻ വളരെ എളുപ്പമാണ്. വിഷമം എന്താ? ആചരിക്കാനായിട്ടാണ്. അപ്പം യോഹന്നാൻ്റെ ഈ ലേഖനം നമുക്ക് ഓടിച്ചൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ വായനക്കാരെ ഇടയ്ക്കിടയ്ക്ക് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ പത്രോസിനെ കുറിച്ച് പഠിച്ചപ്പോഴും അത് കണ്ടതാണ്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ കണ്ടോ, ബിലവഡ് വൺസ്. 3:2, 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. പ്രിയമുള്ളവരെ 3:21. പ്രിയമുള്ളവരെ. പിന്നെ എനിക്കൊന്ന് വായിക്കാൻ പറയുന്ന വാക്യത്തിനൊക്കെ വായിക്കുന്ന ആൾക്ക് പ്രിയമുള്ളവരെ എന്നങ്ങ് കണ്ണുടച്ച് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. 4:1 പ്രിയമുള്ളവരെ. 4:7 പ്രിയമുള്ളവരെ. 4:11 പ്രിയമുള്ളവരെ. അപ്പോൾ ഇത്രയും പ്രിയമുള്ളവരുണ്ടെന്ന് ഇപ്പോഴാ ഒന്ന് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുക. നമുക്ക് 3 യോഹന്നാൻ 1:1. 3 യോഹന്നാൻ 1:1. യോഹന്നാൻ്റെ 3 ലേഖനങ്ങളുണ്ടല്ലോ. പ്രിയ ഗായോസിന് വായിച്ചാട്ട്. മൂപ്പനായി ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന്. 5-ാം വാക്യം. പ്രിയനെ. 11-ാം വാക്യം. പ്രിയനെ. അപ്പം കണ്ടോ എത്ര സ്നേഹവായ്പോടെയാണ് താൻ ഇവരെ അഭിസംബോധന ചെയ്യുന്നതെന്ന് നോക്കുക. ഏത് ലേഖനത്തിലാണെങ്കിലും ബിലവഡ് വൺസ്, പ്രിയമുള്ളവരെ എന്നാണ് വിളിക്കുന്നത്. ഇനി 2:18 വായിച്ചാൽ 12-ഉം 18-ഉം വായിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ, കാരണം ഇദ്ദേഹം ഇപ്പോൾ വളരെ പ്രായമുള്ള ഒരു അപ്പോസ്തലനാണ്. താൻ സഭയിലിരിക്കുന്ന ആളുകളെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ വിളിക്കാം? കുഞ്ഞുങ്ങളെ, മക്കളെ എന്ന് വിളിക്കാം. കുഞ്ഞുങ്ങളെ. 1 യോഹന്നാൻ 2:12-ഉം 18-ഉം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക. അപ്പം കണ്ടോ, കുഞ്ഞുങ്ങളെ. 3:13 വേറൊരു വിളി കാണാം. സഹോദരന്മാരെ കണ്ടോ. അപ്പം ആ സ്നേഹം നിങ്ങൾ നോക്കിക്കേ. ഈ പ്രായമുള്ള വല്യപ്പച്ചൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിൽ പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ എന്നൊക്കെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ലേഖനമാണെങ്കിലും എത്രയോ പ്രാവശ്യമാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ സ്നേഹം എന്ന് എഴുതുകയല്ല, തൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞാൻ ഈ ആമുഖ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു സ്നേഹമുള്ള പാസ്റ്റർ തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന സ്നേഹവായ്പ് അനുവാചകരെ അല്ലെങ്കിൽ സഭാമക്കളെ അറിയിക്കുന്നതാണ് ഈ ലേഖനം. ഒരു ലോങ് മെസ്സേജാണ് എന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടാവുമല്ലോ. അത് ഈ ലേഖനത്തിൽ നിങ്ങൾക്ക് ഉടനീളം കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനം വായിച്ച ആളുകൾക്ക് സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു. യോഹന്നാൻ അറിയപ്പെടുന്നത് തന്നെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ്. ഓർമ്മയുണ്ടല്ലോ, പത്രോസ് പ്രത്യാശയുടെ അപ്പോസ്തലൻ, പൗലോസ് വിശ്വാസത്തിൻ്റെ അപ്പോസ്തലൻ, എന്നാൽ യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ തുടക്കത്തിൽ അത്ര സ്നേഹക്കാരനൊന്നും ആയിരുന്നില്ല. ഇടിമക്കളായിരുന്നു എന്നുള്ളത് ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാ. ഇടിമക്കൾ ആയിരുന്നു. പക്ഷേ കർത്താവിനോടുള്ള ബന്ധത്തിൽ തീ ഇറങ്ങണം എന്നൊക്കെ സഭയിലേക്ക് പറഞ്ഞ് ഓർക്കുന്നു. ഏത് ആത്മാവിന് അധീനർ എന്നൊക്കെ ചോദിച്ചതാ. അപ്പോൾ കർത്താവ് ഇടിമക്കൾ എന്നുള്ള പേരും കൊടുത്തായിരുന്നു. അല്ലാതെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനൊന്നും കർത്താവ് വിളിച്ചിട്ടില്ല. എന്നാൽ കർത്താവിനോടുള്ള നിരന്തര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടിമക്കളായിരുന്ന ആ കൂട്ടത്തിൽ പെട്ടിരുന്ന യോഹന്നാനും ഒക്കെ രൂപാന്തരപ്പെട്ട് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിട്ട് മാറിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും ഒക്കെ നമുക്ക് ഈ ഒരു രൂപാന്തരം, സ്നേഹത്തിൻ്റെ ഒരു രൂപാന്തരം കർത്താവിനോട് അടുത്തിരുന്നാൽ പ്രാപിക്കാൻ പറ്റും എന്ന് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. സ്നേഹമാണല്ലോ നമ്മുടെ വിഷയം. നമുക്ക് സ്നേഹത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ ഗ്രീക്ക് ഭാഷയിലും ഏത് ഭാഷയിലും സ്നേഹത്തിന് പല പദങ്ങളുണ്ട്, പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ യോഹന്നാൻ്റെ ലേഖനത്തിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വാക്കാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. അഗാപ്പെ സ്നേഹത്തെക്കുറിച്ചാണ്. അതായത് ഗോഡ്സ് ലവ് ടു മാൻ ആൻഡ് ഗോഡ്സ് ലവ് ടു ചർച്ച്. ദൈവസഭയോടും മനുഷ്യരോടും ദൈവമക്കളോടും ഒക്കെ ദൈവം കാണിക്കുന്നത് കലവറയില്ലാത്ത ത്യാഗാത്മകമായ, നമ്മൾ സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹിക്കുന്ന സ്നേഹമാണ്. എന്ത് സ്നേഹം? അഗാപ്പെ സ്നേഹം. ഇപ്പം വിശ്വാസികളും ഇതേ തരത്തിൽ സ്നേഹിക്കണം എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ എഫേസ്യ ലേഖനത്തിൽ നിന്ന്
ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വായിച്ച ഒരു വാക്യം ഒന്നുകൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എഫേസ്യർ 5:25. എഫേസ് ലേഖനം 5:25. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചത്? അഗാപ്പേലാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? അഗാപ്പേലാം. അതേ സ്നേഹം തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പല പദങ്ങളുണ്ട്, പല വാക്കുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേറെ 1-2 വാക്കുകൾ കൂടെ ഒന്ന് ചുമ്മാ പരിചയപ്പെട്ടേക്കാം. ഇതിന് മുമ്പും പഠിച്ചിട്ടുള്ളതാണ്. ഫീലിയ എന്നൊരു വാക്കുണ്ട്, PHILIA, ഫീലിയ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ലവ് അല്ലെങ്കിൽ സഹോദര സ്നേഹം എന്നുള്ള അർത്ഥത്തിലാണ്. ഫിലാഡൽഫിയൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. സഹോദരന്മാർ തമ്മിൽ, സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹമാണ് ഫീലിയ എന്ന് പറയുന്നത്. മറ്റൊരു വാക്ക് ഇറോസ്, EROS, ഇറോസ്. ഇറോസ് എന്ന് പറഞ്ഞാൽ വൈകാരിക സ്നേഹമാണ്. അത് പ്രത്യേകിച്ചും ലൈംഗികതയ്ക്ക് വേണ്ടിയൊക്കെയുള്ള എതിർ ലിംഗത്തിൽപ്പെട്ട ആളോട് ഉണ്ടാകുന്ന ഒരു സ്നേഹമാണ് ഇറോസ്. അപ്പോൾ ഫീലിയ ഉണ്ട്, ഇറോസ് ഉണ്ട്, അഗാപ്പയുണ്ട്, പല വാക്കുകളുണ്ട്. പക്ഷെ ഇവിടെ ഈ ലേഖനത്തിൽ ഉപയോഗിക്കുന്നത് അഗാപ്പെ സ്നേഹമാണ് എന്നറിഞ്ഞിരിക്കണം. അല്ലാതെ മറ്റു പദങ്ങളൊന്നും വൈകാരിക സ്നേഹത്തെക്കുറിച്ചല്ല, സഹോദര സ്നേഹത്തെക്കുറിച്ചല്ല, എതിർ ലിംഗത്തോട് തോന്നുന്ന സ്നേഹത്തെക്കുറിച്ചല്ല. അതേക്കുറിച്ചൊന്നും യോഹന്നാന് പറയാനില്ല. യോഹന്നാൻ പറയുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ ഈ അഗാപ്പ എന്നുള്ളതൊക്കെ മനസ്സിൽ ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും കേൾക്കുന്നതാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവസ്നേഹം എന്ന് ഓർത്താൽ മതി, അല്ലേ? ദൈവത്തിൻ്റെ സ്നേഹം ഒരു പ്രത്യേകതരം സ്നേഹമാണ്. നിങ്ങൾ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കും. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. എപ്പോഴും ലോകത്തെയും നമ്മളെയും സ്നേഹിക്കുന്ന ഒരു, അതുകൊണ്ടാണ് യോഹന്നാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ദൈവം സ്നേഹം ആകുന്നു, ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്നേഹത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പഴയതും പുതിയതുമായ കൽപ്പന, സംതിങ് ഓൾഡ് ആൻഡ് സംതിങ് ന്യൂ. 7-ാം വാക്യത്തിൽ പറഞ്ഞു പഴയ കൽപ്പന അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നിട്ട് 8-ാം വാക്യത്തിൽ പറഞ്ഞു ആ പഴയ കൽപ്പന ഏതാണ്? വായിച്ചാട്ടെ. 8. പുതിയൊരു കൽപ്പന. അപ്പൊ പുതിയൊരു കൽപ്പന. അപ്പൊ പഴയ കൽപ്പന, പുതിയ കൽപ്പന, ഈ 2 പ്രയോഗം കണ്ടോ? പഴയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആ പഴയ കൽപ്പന പുതിയൊരു കൽപ്പനയായിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ്. എന്താണ് ആ പഴയ പുതിയ കൽപ്പന? സ്നേഹം. പഴയ കൽപ്പന, പുതിയ കൽപ്പന, രണ്ടും സംതിങ് ഓൾഡ് ആൻഡ് സംതിങ് ന്യൂ. ഈ പഴയതും പുതിയതുമായ കൽപ്പന ഒന്നാണ്. എന്താണ്? സ്നേഹം എന്നത് ആണ്. ഈ നമ്മൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് കൽപ്പന എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ പഴയ നിയമത്തിൽ പണ്ടെങ്ങാനും ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതോ ഇത് പുതിയ നിയമത്തിൽ? എനിക്ക് തോന്നുന്നത് ഈ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു എന്ന് യേശു പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞല്ലോ. ഇത് കർത്താവ് പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണോ അതോ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 1-2 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് നോക്കിയാൽ ഇത് പണ്ട് പറഞ്ഞതാണ്. പക്ഷെ അത് നമ്മൾ ഉൾക്കൊള്ളാഞ്ഞതുകൊണ്ടാണ് കർത്താവ് വീണ്ടും പറയേണ്ടി വന്നത്. അതാണ് ഓൾഡ് ആൻഡ് ന്യൂ എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ ഇത് പഴയ കൽപ്പനയാണല്ലോ, പുതിയതല്ല. ഇസ്രായേൽ മക്കളെ വിടുവിച്ചുകൊണ്ട് വന്ന വഴിക്ക് അവർ കാനാനിൽ കയറുന്നതിന് മുമ്പ് തന്നെ ദൈവം കൊടുത്ത കൽപ്പനയിൽ പെട്ടതാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെന്നുള്ളത്. ലേവ്യ പുസ്തകം 19:18 മാത്രം വായിച്ചാൽ ഈ കൽപ്പനകൾ കൊടുത്ത കൂട്ടത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യം, ആരെയും വെറുക്കണമെന്നല്ല പഠിപ്പിച്ചത്. ലേവ്യ 19:18. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പഴയ കൽപ്പനയാണ്, പുതിയതല്ല. പഴയ കൽപ്പനയാണ് ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. യേശുവിൻ്റെ അടുക്കൽ ഈ വൈദികനും പരീശന്മാരും സദൂക്യരും ഒക്കെ വന്നിട്ട് യേശുവിനെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചു. പല കൽപ്പനകളുണ്ടല്ലോ, അതിൽ ഏറ്റവും വലുതേതാണ്? ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതിന് കർത്താവ് നൽകിയ മറുപടി മത്തായിയും മർക്കോസും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കത് നോക്കാം. മർക്കോസ് 12-ാം അധ്യായത്തിൻ്റെ 30-31 മാത്രം വായിച്ചാൽ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാകുന്നു. രണ്ടാമത്തേതോ
കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്നുത്തരം പറഞ്ഞു. ഇതിൽ വലുതായിട്ട് ഒരു കൽപ്പനയുമില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മൾ വേറൊരു ആംഗിളിൽ നോക്കുമ്പോൾ മത്തായിലേക്ക് ഒന്ന് പോകാം. മത്തായി 22:37 മുതൽ 40 വരെ വായിക്കുമ്പോൾ 22:37 മുതൽ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സെന്റൻസ് ആണ് ഇപ്പൊ എനിക്ക് വേണ്ടത്. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും. അത് മർക്കോസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു കൽപ്പന ഇല്ലെന്നാണ്. അപ്പൊ എല്ലാ കൽപ്പനകളും കൂടി ക്രോഡീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് കൽപ്പനകളിലാണ്. ഏത് രണ്ട് കൽപ്പന? ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ പഴയ കൽപ്പന എങ്ങനെ പുതിയതായത്? നമുക്ക് യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വന്ന് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം. അതിന്റെ കാരണം എന്താ? 7-ാം വാക്യത്തിൽ പറഞ്ഞു ഇത് പുതിയ കൽപ്പനയല്ല, പഴയ ഒരു കൽപ്പനയാണ്. 7 കൂടെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, കണ്ടോ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. ആ കേട്ട വചനം എന്തായിരുന്നു? എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം ഈ പഴയതും പുതിയതും എന്താണെന്ന് നോക്കാം. പഴയതിപ്പോ എന്താണെന്ന് ഏകദേശം പിടികിട്ടി അല്ലേ? അത് ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. പുതിയതും അത് തന്നെയാണെന്ന് കർത്താവ് വ്യക്തമാക്കിയല്ലോ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. അപ്പോൾ ഈ പഴയത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഈ പുതിയത് എന്ന് പറഞ്ഞപ്പോൾ, ഈ പുതിയത് ഗ്രീക്ക് ഭാഷയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും പുതിയത് എന്നുള്ളതിന് 2 അർത്ഥങ്ങളുണ്ട്. മനസ്സിലായോ? നമ്മളെപ്പോഴും ഇത് പുതിയതാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് പുതിയതാണെന്ന് പറയുമ്പോൾ അതിന് 2 അർത്ഥങ്ങളുണ്ട്. ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് നേരത്തെ തുടക്കത്തിൽ വാക്കുകൾക്ക് അർത്ഥം നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത്. പുതിയതാണെന്ന് വെറുതെ അങ്ങ് പറഞ്ഞു വിടും. എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്ലാരിറ്റി കാണുകയില്ല. അപ്പോൾ ഇവിടെ പുതിയത് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ക്യാൻ ബി ന്യൂ ഇൻ ടൈം ഓർ ന്യൂ ഇൻ ക്വാളിറ്റി. 2 തരത്തിലാണ് പുതിയതാകുന്നത്. ഒന്ന് സമയം കൊണ്ട് പുതിയത്, 2 ഗുണമേന്മ കൊണ്ട് പുതിയത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പുതിയ കാറ് ഞാൻ വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ലേറ്റസ്റ്റ് ആണ്, ഇത് റീസെൻ്റായിട്ട് ഇറങ്ങിയ ഏറ്റവും പുതിയ മോഡലാണ് എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി റാഡിക്കലി ഡിഫറെൻറ്റ്. ഇതേ കാറ് ഇതിന് മുമ്പ് ഇറങ്ങിയതുപോലെ അല്ല ഈ കാർ ഇരിക്കുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, സവിശേഷത പരസ്യങ്ങളിലും നമുക്ക് കാണാം. അപ്പം റീസെൻറ്റ്, ഈ അടുത്ത സമയത്ത് ഇറങ്ങിയത് അല്ല. നമ്മൾ ഡിസംബറിലെങ്ങാനും കാറ് വാങ്ങാൻ പോവുകയാണെങ്കിൽ അവർ പറയും ഈ കൊല്ലത്തെ, നമുക്ക് വേണ്ടത് ജനുവരിയിലെ കാറാണ്. അപ്പോൾ അവർ പറയും ഡിസംബറിലെയൊക്കെ തീർന്നെങ്കിൽ അപ്പോൾ അതിന് വേണമെങ്കിൽ വില കുറച്ചൊക്കെ തരും. അതിൻ്റെ കാര്യം എന്താ? വി വോണ്ട് എവറിത്തിങ് ന്യൂ ഇൻ ടൈം, ഏറ്റവും അടുത്തത്. അല്ല, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ബ്രെഡ് മേടിക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ബ്രെഡിലും ഏത് പ്രോഡക്റ്റിലും യൂസ് ബിഫോർ എന്നൊരു ഡേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏത് ഡേറ്റ് ഉള്ളതായിരിക്കും എടുക്കുന്നത്? നാളെ ഡേറ്റ് തീരാൻ പോകുന്നത് എടുക്കാൻ നമുക്കൊരു മടി കാണും. ആദ്യം നോക്കുന്നത്, ഭാര്യയോട് ചോദിക്കും ഡേറ്റ് നോക്കിയോ, അതിന് എത്ര കാലം കൂടെ ഉണ്ട് വാലിഡിറ്റി. സോ ന്യൂ ഇൻ ടൈം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചില പ്രോഡക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ, കാർ ഉൾപ്പെടെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇംപ്രൂവ്ഡ് ന്യൂ ക്വാളിറ്റി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സമയം കൊണ്ട് പുതിയതാണെന്ന് മാത്രമല്ല, ഇത് വളരെ ഫ്രഷാണ്, ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി, ന്യൂ ഇൻ ക്യാരക്ടർ, ന്യൂ ഇൻ ക്വാളിറ്റി. ഇപ്പോൾ വന്നതുമാണ്. ഇതിന് ഒരുപാട് ഗുണമേന്മകൾ ഉണ്ട്. ഇപ്പോൾ കാറ് തന്നെയാണെങ്കിലും നമ്മൾ വാങ്ങിയ ഒരു കാറ് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയതിനേക്കാൾ എത്രയോ ക്വാളിറ്റി കൂടിയാണ് എൻ്റെ ഫങ്ഷനിലും പല രീതികളിലും പുതിയ ഒരെണ്ണം ഇറങ്ങുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാലം കൊണ്ട് പുതിയതല്ല. ഇറ്റ് ഈസ് നോട്ട് ന്യൂ ഇൻ ടൈം. അതാണ് മനസ്സിലാക്കേണ്ടത്. കാലം കൊണ്ട് പുതിയതല്ല. കാരണം ഇത് പണ്ട് തന്നെ ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. നോട്ട് ന്യൂ ഇൻ ടൈം ബട്ട് ന്യൂ ഇൻ ക്വാളിറ്റി. എന്നാൽ ഇപ്പോൾ യേശു പറയുന്ന, യോഹന്നാൻ പറയുന്ന സ്നേഹത്തിന് ഗുണമേന്മ കൂടുതലുണ്ട്. കാലം കൊണ്ട് പഴയ എഡീഷൻ തന്നെയാണ്, പഴയ സാധനം തന്നെയാണ്. പക്ഷേ ഗുണമേന്മ നിങ്ങൾ നോക്കുമ്പോൾ, പണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞേ ഉള്ളായിരുന്നു. എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത്
നമ്മളാരും കണ്ടില്ല, നമുക്ക് ആരും കാണിച്ചു തന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതായത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സ്നേഹിച്ച ഒരാളെ കാണാനില്ലായിരുന്നു. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിച്ച ഒരാളെ കാണാനില്ല. അപ്പോൾ പഴയ കൽപ്പനയാണ്, നോട്ട് ന്യൂ ഇൻ ടൈം. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു വന്ന് എങ്ങനെയാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നു. എങ്ങനെ കാണിച്ചു തന്നു? എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പിതാവ് പറയുന്നതേ ഞാൻ പറയത്തുള്ളൂ, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഞാനൊന്നും പ്രവർത്തിക്കുകയില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചു, നീ തന്ന വചനം അവർക്ക് കൊടുത്തു, അപ്പം ഞാനൊന്നും ചെയ്തില്ല. അത് ഇഷ്ടംപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എല്ലാം പിതാവ് ചെയ്ത് കാണുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരിക ചെയ്തത്. അതുപോലെ തന്നെ സ്നേഹിക്കുന്നത്, കൂട്ടുകാരനെ സ്നേഹിക്കുന്നത്, നമ്മളെ ഉപദ്രവിക്കുമ്പോഴും നമ്മളെ കൊല്ലാൻ വരുമ്പോഴും ഒക്കെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നത് കർത്താവായ യേശുക്രിസ്തു, പിന്നെ ശിഷ്യന്മാർ. അപ്പോൾ അതുകൊണ്ട് പുതിയ നിയമ കാലഘട്ടത്തിലാണ് ഈ സ്നേഹം നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റേതൊരു തിയററ്റിക്കലായിട്ട് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു തന്നിരുന്നു. സോ നോട്ട് ന്യൂ ഇൻ ടൈം ബട്ട് ന്യൂ ഇൻ ക്വാളിറ്റി. ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവാണ് ഈ സ്നേഹത്തിന് പുതിയൊരു മാനം, പുതിയൊരർത്ഥം നൽകിയത്. അതെങ്ങനെയാണ് പുതുമയുള്ളതാകുന്നതെന്നുള്ളതാണ് യോഹന്നാൻ എടുത്തു പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണല്ലോ. 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ എടുത്ത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അതിനൊരു ആമുഖമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഈ വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇത് പുതിയതാകുന്നത് 3 തരത്തിലാണ്. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ പുതിയതാകുന്നത് 3 തരത്തിലാണ്. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ന്യൂ ഇൻ എംഫസിസ്, ഒരു പുതിയ പ്രാധാന്യം യേശു അതിന് നൽകി. മനസ്സിലായോ? ന്യൂ ഇൻ എംഫസിസ്. രണ്ടാമത് ന്യൂ ഇൻ എക്സാമ്പിൾ, അത് ഊന്നി പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനൊരു മാതൃക വേണമല്ലോ. അപ്പോൾ പുതിയൊരു മാതൃക യേശുവിൽ നമുക്ക് കിട്ടി. മൂന്നാമതായിട്ട് ന്യൂ ഇൻ എക്സ്പീരിയൻസ്, ഇതൊരു പുതിയ അനുഭവമായി. ഈ സ്നേഹം ആചരിച്ചപ്പോൾ അത് നമുക്ക് അനുഭവം ആയിട്ട് മാറുക. നമുക്ക് 7-ാം വാക്യം ഒന്നുകൊണ്ടൊന്ന് വായിക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനായിട്ട്. 7-ാം വാക്യം, പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. കേട്ട വചനം, അത് കേട്ടതാണ് ഓൾറെഡി, പക്ഷെ അതിന്റെ പ്രാധാന്യം നിങ്ങൾ ഗ്രഹിച്ചില്ല. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ്. 2:8 പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം, അത് അവനിലും നിങ്ങളിലും. അവനിലും നിങ്ങളിലും ഒരു പുതിയ മാതൃക, അവനിൽ പുതിയൊരു മാതൃക നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കേട്ട വചനമാണ്, പക്ഷെ അതിനൊരു മാതൃക അവനിലാണ് നിങ്ങൾക്കുള്ളത്. എന്നിട്ട് നിങ്ങൾക്കും അങ്ങനെ ആകാൻ പറ്റും. എന്നിട്ട് 9-ാം വാക്യത്തിൽ പറഞ്ഞു, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. വായിച്ചോ? സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. ഒരു പുതിയ അനുഭവം, പണ്ടില്ലാത്തൊരു അനുഭവം ഇവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, പുതുജീവനിൽ വളരുമ്പോൾ നമുക്കൊരു പുതിയ അനുഭവം കിട്ടും, സ്നേഹത്തിൻ്റെ ഒരു പുതിയ അനുഭവം. അത് യേശുവിലാണ് നമ്മൾ കാണുന്നത്, പക്ഷെ അത് പണ്ട് തന്നെ പറഞ്ഞൊരു കാര്യവും ആയിരുന്നു. നമുക്കിപ്പോൾ ഇത് 3 പോയിന്റ്സ് ആയിട്ട് ഒന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് 3 പോയിന്റ്? ന്യൂ ഇൻ എംഫസിസ്, ന്യൂ ഇൻ എക്സാമ്പിൾ ആൻഡ് ന്യൂ ഇൻ എക്സ്പീരിയൻസ്. പുതിയൊരു പ്രാധാന്യം, പുതിയൊരു മാതൃക, പുതിയൊരു അനുഭവം. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് പുതിയ ഒരു ഊന്നൽ അല്ലെങ്കിൽ പുതിയൊരു പ്രാധാന്യം ഈ കാര്യത്തിന്, ഈ കൽപ്പനയ്ക്ക് വന്നു എന്നുള്ളതാണ്. 7-ാം വാക്യമാണ് ഇതിന് ആധാരം. 7-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. 2-ാം അധ്യായത്തിൻ്റെ മോളിൽ നമ്മൾ വായിച്ച് പഠിച്ച വാക്യങ്ങൾ, അതായത് 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കൽപ്പന പ്രമാണിക്കുന്നതിനായിരുന്നു പ്രാധാന്യം, അല്ലേ? കൽപ്പന പ്രമാണിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 3 പ്രാവശ്യം പ്രമാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും വചനം പ്രമാണിക്കണമെന്ന് പറഞ്ഞതും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ എന്ത് കൽപ്പനയാണ് പ്രമാണിക്കേണ്ടത്, ഏത് വചനമാണ് പ്രമാണിക്കേണ്ടത് എന്ന് അന്ന് പറഞ്ഞില്ല. വചനം പ്രമാണിക്കണം, കൽപ്പന പ്രമാണിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് നൗ വെൻ വി കം ടു വേഴ്സ് 7, ഫോക്കസ് കംസ് ഓൺ എ പർട്ടിക്കുലർ കമാൻഡ്മെൻറ്റ്. ഒരു പ്രത്യേക കൽപ്പനയിലേക്ക് ഇത് നാരോ ഡൗൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇത് കേന്ദ്രീകരിക്കുകയാണെന്നും വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു ആ കൽപ്പന? ഒരൊറ്റ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. ഒരൊറ്റ കൽപ്പന.
അല്ല, ഞാൻ വേറൊരു തരത്തിൽ കൂടി വേണേൽ നമുക്ക് ചിന്തിക്കാം. പഴയ നിയമത്തിൽ നമ്മൾ കൽപ്പന എന്ന് പറയുമ്പോൾ ആൾ വന്ന് ചോദിക്കുക, സാറേ എത്ര കൽപ്പനയുണ്ടെന്ന് ചോദിക്കാറുണ്ട്. എത്ര കൽപ്പനയുണ്ട്? ഒരുപാട് കൽപ്പന. നമുക്ക് 10 കൽപ്പനയുണ്ട്, പിന്നെ 10-600 കൽപ്പനകളുണ്ട്. അത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി എത്ര കൽപ്പനയുണ്ടെന്ന് ചോദിക്കുന്നത് സാറിന് അറിയാമോ? ചിലപ്പോൾ നമ്മൾ 10 കൊല്ലം പറഞ്ഞു പോയാൽ തീർന്നു അല്ലേ? 10 ഞാൻ 500 എണ്ണം കാണിച്ചു തരാമല്ലോ എന്നൊരാൾ പറയും. അപ്പം പഴയ നിയമത്തിൽ ഒരുപാട് കൽപ്പനകൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സ്നേഹം. ദൈവത്തോട് സ്നേഹം വേണം, കൂട്ടുകാരനോട് സ്നേഹം വേണം, വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആ കൽപ്പനകളുടെ ഇടയിൽ നിന്ന് ഈ ഒരു കൽപ്പന പൊക്കിയെടുത്തു. മനസ്സിലായി? പഴയ നിയമത്തിൽ ഒരുപാട് കൽപ്പനകൾ ഉണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു കൽപ്പന ഇങ്ങോട്ട് പോയി, ലിഫ്റ്റഡ് 1 കമാൻഡ്മെൻറ്റ് ഔട്ട് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ പ്രോമിനൻസ്. ആ കൽപ്പന പൊക്കിയെടുത്തുകൊണ്ട് വന്നു, ഇതാണ് കൽപ്പന എന്ന് പറയും. ഈ കൽപ്പനയ്ക്കകത്ത് ബാക്കി എല്ലാം ഉണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞത്? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും, ഇതിനേക്കാൾ വലിയൊരു കൽപ്പനയില്ല. അപ്പോൾ ഈ കൽപ്പനയ്ക്കകത്ത് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് കൽപ്പനകളുടെ അടിയിൽ നിന്ന് ഒരു കൽപ്പന എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ടാണ് ഇത് പഴയതാണ്, എന്നാൽ ഇത് പുതിയതാണ്, പുതിയൊരു പ്രാധാന്യം ഇതിനുണ്ട് എന്ന് പറഞ്ഞത്. ഈ കൽപ്പന എങ്ങനെയാണ് ഇങ്ങനെ ഉയർന്നു വന്നത് എന്ന് ചോദിച്ചാൽ അത് അപ്പോസ്തലന്മാരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. പൗലോസ് അപ്പോസ്തലൻ്റെ റോമാലേഖനം നമ്മൾ നോക്കിയാൽ 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വേണം. അതിൽ 10-ാം വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ ഈ യേശു പറഞ്ഞ കാര്യം തന്നെ അപ്പോസ്തലൻ എടുത്ത് പറയുന്നത് കാണാം. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി. അപ്പൊ ന്യായപ്രമാണം മുഴുവൻ പ്രമാണിക്കാൻ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടേണ്ട, ഒരൊറ്റ കാര്യത്തിൽ ഇതെല്ലാം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. ഈ പ്രമാണം കൂടി പോകുമ്പോൾ, ഒരുപാട് പ്രമാണം ഉണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്നറിയാമോ? നമ്മൾ ഈ നിയമത്തെ ഭയപ്പെടും. ഇത്ര അധികം പ്രമാണങ്ങൾ കിടക്കുകയല്ലേ. അതുകൊണ്ട് നമുക്ക് അനുസരിക്കാനുള്ള പ്രചോദനം എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഭയമാണ്. കുറച്ചുകൂടെ കഴിയുമ്പം നമ്മൾ ഈ ലേഖനത്തിൽ വായിക്കും, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. നമുക്ക് സ്നേഹം വന്നു കഴിയുമ്പം കൽപ്പനയൊന്നുമില്ല, ഒരു ഭയവും ഇല്ല, നമുക്ക് വളരെ ഒരു നല്ല ബന്ധമാണ്. അപ്പോൾ ഈ കൽപ്പനകളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് ഉള്ളിൽ പേടി വരികയാണ്. ഇത്രയൊക്കെ പറ്റുമോ, അത് എങ്ങനെ അനുസരിക്കാൻ പറ്റും, വല്ലാതെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുക. ഇനി നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ മാതാപിതാക്കന്മാർ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് ഏത് കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്? ഒരു കൽപ്പനയും വേണ്ട. ഒരു കൽപ്പനയില്ലെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമാണ്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം എന്നൊരു കൽപ്പന പറഞ്ഞതുകൊണ്ടല്ല. അപ്പോൾ ഈ കൽപ്പനയൊന്നും വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇല്ലാത്ത ധാരാളം ആളുകൾ ലോകത്തിലുണ്ടല്ലോ. അവരൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ലേ? അത് കൽപ്പനയുടെ അടിസ്ഥാനത്തിലല്ല, അത് നാച്ചുറലായിട്ട് അവരുടെ ഉള്ളിൽ ഉള്ളൊരു വികാരമാണ് എന്ന് അറിഞ്ഞിരിക്കണം. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരെ നോക്കിയാൽ ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ലോ. അത് ഭയത്തിൽ നിന്ന് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്, നമ്മൾ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതും അതാ പഠിക്കേണ്ടത്. നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതും ഒരു കൽപ്പന ഉള്ളത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലവ്. സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ മോഹിക്കുകയല്ല, സ്നേഹം ഉണ്ടെങ്കിൽ മോഷ്ടിക്കുകയല്ല. അതുകൊണ്ടാണ് എല്ലാം ഈ കൽപ്പനയ്ക്കകത്ത് ഉണ്ടെന്ന് പറഞ്ഞത്. സ്നേഹം ഉണ്ടെങ്കിൽ കൂട്ടുകാരൻ്റെതൊന്നും എൻ്റെ ആക്കണമെന്ന് ആഗ്രഹിക്കുകയല്ല. അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റ് കൽപ്പനകളെല്ലാം അതിനകത്തുണ്ട്, അതെല്ലാം പൂർത്തീകരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് അന്യോന്യം സ്നേഹിക്കണം എന്ന് പറഞ്ഞതിനകത്ത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതിനകത്ത് ബാക്കി എല്ലാ കൽപ്പനകളും എല്ലാ പ്രമാണങ്ങളും അന്തർലീനമായിരിക്കുകയാണ്. അല്ലെങ്കിൽ വെൻ യു ലവ്, നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ നുണ പറയുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ദോഷമായ കാര്യങ്ങളും ചെയ്യത്തില്ല. ആ സ്നേഹം നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിയമത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല, കൽപ്പനയെക്കുറിച്ച് ചിന്തിക്കാനല്ല, സ്നേഹിക്കാനായിട്ടാണ്. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ വേണ്ടാത്ത ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. അതൊരു കർത്തവ്യബോധത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഭയപ്പാടിൽ നിന്നോ വരുന്നതല്ല, സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ മോഷ്ടിക്കുന്നില്ല, സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നുണ പറയുന്നില്ല, വേറെ വേണ്ടാത്തതൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പുതിയ മാനം പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് പറഞ്ഞത് ഇതിനൊരു പുതിയ മാനം കൈവരികയാണ്. എന്നിട്ട് ഒരു പുതിയ കമാൻഡ്മെൻ്റായിട്ടൊരു പുതിയ ഊന്നൽ കൊടുത്തിട്ട്, ഞാൻ പെട്ടെന്ന് മനസ്സിലാവുന്ന 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു ദിവസം വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ അവിടെ നിന്ന് എല്ലാ വണ്ടികളെയും തടഞ്ഞു നിർത്തിയിട്ട്
പോലീസുകാരിങ്ങനെ ഓരോരുത്തരെ അപ്പോൾ ഭയങ്കര ചീത്ത വിളിയും ബഹളമൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഞാൻ പോലീസുകാരനോട് വണ്ടി ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പുതിയ വെഹിക്കിൾ വന്നിട്ടുണ്ട്, അദ്ദേഹം ഒരു പഴയ നിയമം നടപ്പിലാക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്താ സാറേ നിയമം എന്ന് ചോദിച്ചു പറഞ്ഞു ഈ നമ്പർ പ്ലേറ്റ് മെറ്റൽ ആയിരിക്കണം, നമ്പർ പ്ലേറ്റ് മെറ്റൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഓടിച്ചു കളയാം, ഇത് ഒടിയാൻ പാടില്ല, ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ടിരിക്കണമെന്നൊരു നിയമമുണ്ട്. ഞാൻ വെച്ചാൽ പുതിയ നിയമമല്ല, ഇത് പണ്ടേ ഉള്ള നിയമം, പക്ഷേ ഈ വെഹിക്കിളാണ് ഇപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. കാര്യം മനസ്സിലായോ? നിയമം പഴയതാണ്, പുതിയതല്ല. പക്ഷെ ഒരു വെഹിക്കിളും അത്ര ഗൗരവത്തിൽ കണ്ടിരുന്നില്ല. ഈ വെഹിക്കിൾ അത് വലിയ ഗൗരവമായിട്ട് കണ്ട് അതാണ് ആളുകൾ ചീത്ത വിളിക്കുന്നത്. ഇത് ഞങ്ങൾ വണ്ടി മേടിച്ചപ്പോഴേ ഈ സാധനം വെച്ച് തന്നത് ഫൈബറാണ്, എൻ്റെ കുറ്റമല്ല. വെഹിക്കിൾ പറഞ്ഞാൽ എൻ്റെയും കുറ്റമല്ല, ഇത് പണ്ടേ ഉള്ള നിയമമാണ്, ഈ നിയമം നിങ്ങൾ ന്യൂ ഇൻ എംഫസിസ്. മനസ്സിലായോ? പഴയ നിയമമാണ്, പക്ഷെ ആരും അനുശാസിച്ചില്ല, ആരും പറഞ്ഞു തന്നില്ല. അതുപോലെ നമ്മൾ ഇലക്ഷനെ കുറിച്ച് ചിന്തിച്ച് നമുക്കിപ്പോൾ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാർഡ് വേണം. ഇത് പുതിയ കാര്യമാണോ? അല്ല, പണ്ടേ ഇലക്ഷൻ കാർഡ് വേണം. പക്ഷേ ശേഷൻ എന്ന് പറഞ്ഞൊരു ഇലക്ഷൻ കമ്മീഷണർ വന്നപ്പോഴാണ് ഇപ്പോഴും ആൾ ശേഷനെ ഓർത്തിരിക്കുന്നുണ്ട്, നമുക്കൊക്കെ കാർഡ് കിട്ടിയത്. അപ്പോൾ ഇത് പണ്ടേ ഐഡൻറ്റിറ്റി കാർഡ് വേണമെന്നുള്ളൊരു നിയമമുണ്ട്, പക്ഷെ ആരും അത് അനുശാസിച്ചില്ല. ഒരാൾ അനുശാസിച്ചു. ഇതുപോലെ ആത്മീയ രംഗത്തും കുറേ കൽപ്പനകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൽപ്പനകളൊന്നും ആരും വേണ്ട പോലെ കാണിച്ചു തന്നില്ല. ബട്ട് വെൻ ജീസസ് കെയിം, യേശു പറയുകയാണ് അത് ഇങ്ങനെയാണ്, ഇതാണ് അതിൻ്റെ പ്രാധാന്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഒരു കൽപ്പന മറ്റെല്ലാ കൽപ്പനകൾക്കും മുകളിൽ നിൽക്കുന്നു എന്നും പറഞ്ഞ് ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് എടുത്ത് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് 7-ാം വാക്യത്തിൽ പറഞ്ഞത് ആദി മുതൽ നിങ്ങൾക്കുള്ള ആ പഴയ കൽപ്പന. അപ്പോൾ ഈ സ്റ്റാൻഡ്സ് ഔട്ട് ഫ്രം ദ വെരി ബിഗിനിങ്. 7-ാം വാക്യം വായിക്കണം, പല പ്രാവശ്യം വായിച്ചെന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, പുതിയൊരു കൽപ്പനയല്ല, ആദി മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആദി മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന. ഇത് ഉണ്ടാക്കിയപ്പോൾ തൊട്ടേ ഈ കൽപ്പന ഇവിടെ ഉണ്ട്, പക്ഷെ ആരും ഇത് അതിൻ്റെ പ്രാധാന്യം, ഇതാ ഞാൻ ഈ വെഹിക്കിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ കൽപ്പന വെഹിക്കിൾ വരുന്നതിന് മുമ്പും ഉണ്ട്, പക്ഷേ ഈ വെഹിക്കിളാണ് അതിൻ്റെ പ്രാധാന്യം കണ്ടെത്തിയതെന്ന് പറഞ്ഞതുപോലെ. എന്തിനായിരുന്നെന്ന് എനിക്കറിയാൻ പാടില്ല, അത് വേറൊരു വിഷയമാണല്ലോ. അപ്പം ഇത് ആദ്യം മുതലുള്ള പഴയ കൽപ്പനയാണ്. അപ്പോൾ ഇവിടെ വേറെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ ആദി മുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആദി മുതൽ നമുക്ക് ചില വാക്കുകൾക്ക്, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, പല വാക്കുകൾക്കും അർത്ഥം ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ആദി മുതൽ എന്ന് യോഹന്നാൻ പറയുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെങ്കിൽ ആദി മുതൽ എന്ന് പറയുമ്പം അങ്ങനെ തുടങ്ങുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്രം ഇറ്റേണിറ്റി, നിത്യത മുതൽ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലേ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിത്യത മുതൽ നിത്യത വരെയുള്ള കാര്യമാണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഒന്നിന്റെ ഒന്നൊന്ന് വേണമെങ്കിൽ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ. അവിടെ ഒരുപാട് ആദിയുണ്ട്. ആദി ആ ആദിയുടെ എല്ലാ അർത്ഥം ഇറ്റേണിറ്റിയാണ്, നിത്യത. നിത്യത മുതൽ നിത്യത വരെ അവിടെ നമുക്ക് ഗണിക്കാൻ പറ്റുകയില്ല. ഇനി 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ആദി മുതൽ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വായിച്ചാട്ടെ. ആദ്യം പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല. ബാക്കി നിങ്ങൾക്ക് കാണാപ്പാടമായി കാണും, ഞാൻ എത്രയോ പ്രാവശ്യം വായിപ്പിക്കുന്നു, പക്ഷെ അങ്ങനെ ഇത് പഠിക്കാനൊക്കെ ഉള്ളൂ. ഓക്കെ. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആദ്യം മുതൽ നിങ്ങൾക്കുള്ളതെന്ന് പറയുമ്പോൾ ഫ്രം ദ ബിഗിനിങ് ഓഫ് യുവർ ക്രിസ്ത്യൻ ലൈഫ്, നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ, അല്ലാതെ നിത്യതയുടെ കാര്യമല്ല അവിടെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ആദ്യം മുതൽ എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തീയ ജീവിതം അതിനു മുമ്പ് ഇത് കേട്ടിട്ടില്ല. ഇതേ ഇവിടെയുള്ള ആളുകൾക്ക് എഴുതിയത് അതൊക്കെ നമ്മൾ മറന്നു പോകരുത്. എഫെസോസിലുള്ള വിജാതീയരായിരുന്ന വിശ്വാസത്തിലേക്ക് വന്ന അവർ മോശയുടെ ന്യായപ്രമാണമൊന്നും വായിച്ചിട്ടില്ല. അവർ ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ അബ്രഹാം മുതലുള്ളതോ നിത്യത മുതലുള്ളതോ ഒന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അവരോട് ഇവിടെ ആദ്യം മുതൽ എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ഓഫ് യുവർ ക്രിസ്ത്യൻ ലൈഫ്, അല്ലേ? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ ആരംഭിച്ച സമയത്ത്, ഒരു പക്ഷേ യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ സുവിശേഷം തുടങ്ങുന്നത് എവിടെയാണെന്നറിയാമോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിലാണ്, അല്ലേ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചു, പുത്രൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ നിങ്ങളെ സ്നേഹിച്ചു. അപ്പം ഈ സുവിശേഷം കേട്ട് തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് കേട്ടത്? സ്നേഹത്തെക്കുറിച്ചാണ് കേട്ടത്. അല്ലാതെ ഈ എല്ലാ കാര്യവും പറഞ്ഞതിന് ശേഷം ഞാനൊരു അപ്പൻഡിക്സ് പോലെ അവസാനം ഒരു അനുബന്ധമായിട്ട് എഴുതി വെച്ച കാര്യമല്ല. ക്രിസ്തീയ ജീവിതം തുടങ്ങിയ സമയം മുതൽ, അല്ല, കുറച്ചുകൂടെ വ്യക്തമാകും 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിച്ചാൽ. അതായത് എന്തിനെക്കുറിച്ചാണ് ഈ ആദ്യം മുതൽ എന്ന് പറയുന്നത് എന്നുള്ളത്. നാം മരണം വിട്ടു
ജീവനിൽ കടന്നിരിക്കുന്നു ഇങ്ങനെ നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അറിയാം. അടുത്ത ലൈൻ, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അപ്പൊ ഇവര് രക്ഷിക്കപ്പെട്ടപ്പോൾ തൊട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് സ്നേഹിക്കണം. അന്ന് തന്നെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു കാണും. ഇന്നാരും പഠിപ്പിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കും പഠിപ്പിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ആത്മാവ് നമ്മൾ പഠിക്കുന്നതാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരുകയാണ്. അപ്പൊ പിന്നെ പകയ്ക്കും വിദ്വേഷത്തിനും കയ്പിനും കോപത്തിനും ക്രോധത്തിനും ഒന്നും അവിടെ സ്ഥാനമില്ല. സ്ഥാനം വെച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായി ജനിച്ചോന്നൊന്ന് പരിശോധിക്കണം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചൊരു വിഷയമാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിന്റെ, മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെ നിങ്ങൾ സഹോദരന്മാരെ സ്നേഹിക്കുന്നതാണ്. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയം മുതൽ തന്നെ എന്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? ഈ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതാണ് ഈ ആദി എന്ന് പറയുന്നത്. ഇനി യേശു കർത്താവ് ശിഷ്യന്മാരെ ഇത് പഠിപ്പിച്ചത് കൊണ്ടാണ് ശിഷ്യന്മാർ മറ്റുള്ളവരെ ഇത് പഠിപ്പിച്ചത്. നമുക്കതൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പൊ നമ്മള് തമ്മിൽ സ്നേഹിക്കുന്നതിനാലാണ് നാം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്ന് തന്നെ ലോകം അറിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. യേശു പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. അപ്പോൾ ഈ ഒരു അൺസേവ്ഡ്, രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള ഒരാൾ സെൽഫിഷ്, സ്വാർത്ഥനാണ്. നമ്മളും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സ്വാർത്ഥ സ്വഭാവമുള്ള ആളുകളായിരുന്നു. പകയും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. ചിലരെന്നെ ഇങ്ങനെ നോക്കുന്നു, ഇനിയിപ്പോൾ ഞങ്ങളിതൊക്കെ വിട്ട് കളഞ്ഞിട്ടുണ്ടെന്ന് സാറ് വിചാരിക്കുന്നുണ്ടോ എന്ന്. വിട്ട് കളയണമെന്നാണ് യോഹന്നാൻ പഠിപ്പിക്കുന്നത്. അതായത് രക്ഷിക്കപ്പെട്ടത്, അതിലെ കുറച്ച് മുമ്പേ വായിച്ചത് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, നാം മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരോട് പക വെച്ചുകൊണ്ടിരിക്കുന്നതിനാലല്ല, കയ്പും കോപവും വെച്ചുകൊണ്ടിരിക്കുന്നതിനാലല്ല, സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, പുതുതായി ജനിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന്, ഈ ദുർഗുണങ്ങളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മൾ സ്വാർത്ഥരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പകയ്ക്കുന്നവരും കയ്പും കോപമൊക്കെ ഉള്ളവരുമായിരുന്നു. വചനത്തിൽ തന്നെ വായിക്കാം. തീത്തോസ് 3:3 വായിച്ചാൽ, മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, വായിക്കാം. മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നല്ലോ. അപ്പം ശ്രദ്ധിക്കണേ, മുമ്പത്തെ കാര്യമായി പറഞ്ഞൊക്കെ. അപ്പം ഞാനിടയ്ക്ക് പറഞ്ഞായിരുന്നു, അതായത് മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും, ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരിക്കും. ഈർഷ്യ അസൂയ, അതിൽ കാലം കഴിക്കുന്നവര്, ദ്വേഷിതർ, അന്യോന്യം പകയ്ക്കുന്നവരായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ അന്യോന്യം പകയ്ക്കാൻ പാടില്ല എന്നർത്ഥമില്ലേ? അപ്പം ഇപ്പം അങ്ങനെ അല്ല. ഇപ്പം അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സ്വാർത്ഥരാണ്, അന്യോന്യം പകയ്ക്കുന്നവരാണ്. അവർ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളത്, അല്ലേ? 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് വിവരിച്ചിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ വായിക്കാം. കാരണം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ഇപ്പോഴും അതുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കിയേക്കണം. ജഡത്തിന്റെ പ്രവൃത്തികളോ അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. എനിക്ക് തോന്നുന്നു പല വിശ്വാസികളെ കുറിച്ച് ഇതിൽ ചിലതൊക്കെ ഒഴിവാക്കാം, പക്ഷെ ബാക്കി പലതും ഉണ്ട് എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ നമ്മളൊന്ന് തിരുത്താൻ വേണ്ടിയും കൂടി ആ വാക്യം കേൾക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തിരുന്നു. ആൻഡ് ഐ ട്രസ്റ്റഡ് ക്രൈസ്റ്റ്. ഞാൻ പാപിയായിരുന്ന ഞാൻ യേശുവിനെ വിശ്വസിച്ചു. ഞാനൊരു പുതുജീവനിലേക്ക് വന്നു. ആ പുതുജീവനിലേക്ക് വന്നതോടുകൂടി എനിക്കൊരു പുതിയ പ്രകൃതം, ഒരു പുതിയ സ്വഭാവം കിട്ടുക ചെയ്യുന്നത്.
അതിൻ്റെ കാരണം ഇതിനു മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ യേശുവിനെ അംഗീകരിക്കുമ്പോൾ, ഞാൻ രക്ഷയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്, അല്ലേ? പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിൽ പകരുന്നു. റോമാലേഖനം 5:5 നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ നമുക്ക് ഇപ്പൊ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടാൽ ഈ ഒരു കാര്യം കിട്ടുന്നില്ല, വേറെ പലതൊക്കെയാണ് കിട്ടുന്നത്. അതാണ് കിട്ടേണ്ടത്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അതുകൊണ്ടാണ് ഈ പുതുജന്മം പ്രാപിച്ച ആളുകൾ നേരത്തെ വായിച്ചല്ലോ, മരണം വിട്ട് ജീവനിൽ കടന്നവൻ സഹോദരനെ സ്നേഹിക്കും, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു എന്ന് യോഹന്നാൻ 3:14 പറഞ്ഞത്. അപ്പൊ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ദൈവസ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ പകർന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ഒരു ഉപദേശം പ്രത്യേകം കിട്ടിയിട്ടുണ്ടെന്ന് തെസ്സലോനിക്കക്കാരോട് പൗലോസ് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 4:9 അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഇനി എഴുതാനും പഠിപ്പിക്കാനും ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും രക്ഷിക്കപ്പെട്ടവരുടെ കേസാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4:9 സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. നിങ്ങൾ കണ്ടോ, എഴുതാനും പഠിപ്പിക്കാനും ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ അന്യോന്യം സ്നേഹിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിച്ചു. വി നെവർ നീഡ് എ ലോങ് ലെക്ചർ ഓർ എ ലോങ് മെസ്സേജ് ഓൺ ലവ്. ആണോ? നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു നീണ്ട പ്രസംഗം കേട്ടിട്ടാണോ സ്നേഹിക്കാൻ തീരുമാനിച്ചത്? അല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് നമുക്ക് സ്നേഹിക്കണം എന്നുള്ളൊരു ആവേശം ആത്മാവ് നമുക്ക് തന്നു. ദൈവം തന്നെ നമ്മളെ പഠിപ്പിച്ചു. അപ്പം അതുകൊണ്ട് ഈ പുതിയ വിശ്വാസികൾ സ്നേഹിക്കുന്നവർ ആയിരിക്കണം, അല്ലാതെ പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. ഇതിന് മുമ്പ് അവർ സ്നേഹിച്ചിരുന്ന പലതിനെയും അവർ വിട്ടുകളയും, എന്നിട്ട് പുതിയ പല കാര്യങ്ങളെയും അവർ സ്നേഹിക്കാൻ തുടങ്ങും. അല്ലെ, ഒരാൾ ക്രിസ്തുവിലാകുമ്പോൾ പഴയതെല്ലാം കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതുവരെ സ്നേഹിച്ചതൊക്കെ വിട്ടു, എന്നിട്ട് പുതിയ കാര്യങ്ങളിലേക്ക്, ആത്മീയ കാര്യങ്ങളിലേക്ക് താല്പര്യം എടുക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താണ് കൽപ്പന? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നൊരു കൽപ്പനയാണെങ്കിലും ഇപ്പോൾ പുതിയൊരു ഊന്നൽ, അതിനൊരു പുതിയൊരു പ്രാധാന്യം നൽകുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, വേദപുസ്തകം നമ്മളോട് പറയുന്ന കൽപ്പനകളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമം നമ്മളോട് പറയുന്ന കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. നമ്മൾ യോഹന്നാൻ 13:34 കർത്താവ് പറഞ്ഞത് വായിച്ചായിരുന്നല്ലോ. എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. ഞാൻ ഇതിന്റെ പ്രാധാന്യമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൽപ്പന ഈ ഒരു ഒറ്റ വാക്യത്തിൽ തന്നെ കിടക്കുകയാണോ? അല്ല, ഒരു ഡസൻ പ്രാവശ്യമെങ്കിലും പുതിയ നിയമത്തിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ വായിപ്പിക്കാൻ പോവുക. അപ്പോൾ 1 ഡസൻ വാക്യങ്ങൾ കാണാൻ തയ്യാറായിക്കോളൂ. ഇപ്പോൾ ഒരു വാക്യം നമ്മൾ വായിച്ചു. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് നേരിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഇനി 15 യോഹന്നാന്റെ സുവിശേഷം 15:9 വായിച്ചാൽ അവിടെയും ഈ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം നമുക്ക് വായിക്കാം. 15 9 വാക്യം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. 12 വാക്യം. 15:12 ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. 17 വാക്യം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. 17 നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ 4 പ്രാവശ്യം ഈ കൽപ്പന കാണുക ചെയ്യുന്നത്. നമുക്ക് ലേഖനങ്ങളിലേക്ക് പോയാൽ റോമാലേഖനം 13:8. റോമാലേഖനം ചില വാക്യങ്ങൾ വായിച്ചത് വീണ്ടും ഒന്ന് വായിച്ചാലും കുഴപ്പമില്ല. ഈ 1 ഡസൻ വാക്യങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി. വേറെ വാക്യങ്ങളുണ്ട്, 1 ഡസൻ കാണിക്കുകയാണ്. 13:8 അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അപ്പൊ അന്യോന്യം സ്നേഹിക്കണം എന്ന് പൗലോസ് പഠിപ്പിച്ചുകൊണ്ടാണല്ലോ അന്യോന്യം സ്നേഹിക്കുന്ന അല്ലാതെ ഒന്നും ഇരിക്കരുതെന്ന് പറഞ്ഞത്. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. 1 തെസ്സലോനിക്ക ലേഖനം 4:9 ഇപ്പൊ വായിച്ചായിരുന്നു, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. 1 Thessalonians 4:9 അന്യോന്യം സ്നേഹിക്കുവാൻ ദൈവത്താൽ ഉപദേശം. അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ. കണ്ട വാക്യങ്ങൾ കിടക്കുക. 1 പത്രോസ് 1:22 എന്നാൽ സത്യം അനുസരിക്കുകയാൽ
നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർവ്യാജമായ സഹോദരപ്രീതി നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട്. അപ്പൊ നമ്മളെ നിർമ്മലീകരിച്ച് വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് എന്തിനാ? നിർവ്യാജമായ സഹോദരപ്രീതിക്കായിട്ടാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 1 യോഹന്നാൻ 3:11. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം. അന്യോന്യം സ്നേഹിക്കണം. 3:23. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് തന്ന കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം. അന്യോന്യം സ്നേഹിക്കണം. 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. എത്രയോ പ്രാവശ്യമാണ്. 11-ാം വാക്യം. 4:11. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 12-ാം വാക്യം. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ. അന്യോന്യം സ്നേഹിക്കണം. 2 യോഹന്നാൻ 1:5. ഇനി നായികയാരെ നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന. ഞാൻ 1 ഡസൻ ആയതുകൊണ്ട് നിർത്തുക. ഇത്രയൊന്നും അല്ല കേട്ടോ. ഞാൻ 1 ഡസൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് കാണിച്ചു തന്നുള്ളൂ. ആർക്കെങ്കിലും വേണം എണ്ണാം. അതുകൊണ്ട് there are many other references to brotherly love. നാം അന്യോന്യം സ്നേഹിക്കണം, സഹോദര സ്നേഹം വേണമെന്നുള്ളതിന് മറ്റനേകം റെഫറൻസുകൾ പുതിയ നിയമത്തിൽ ഉണ്ട്. അപ്പം എന്ത് മനസ്സിലായി? ഇതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കും. ന്യൂ എംഫസിസ്. മനസ്സിലായോ? സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ക്രിസ്ത്യൻ ലവ്. നമ്മൾ ക്രിസ്തീയ സ്നേഹത്തെ, സഹോദര സ്നേഹത്തെ മനസ്സിലാക്കണം. എന്താണ് ഈ അന്യോന്യം സ്നേഹിക്കണമെന്ന് പറഞ്ഞത്? ഈ സ്നേഹം എന്ന് പറയുന്നത് നോട്ട് എ ഷാലോ സെൻറ്റിമെൻ്റൽ ഇമോഷൻ. ആഴമില്ലാത്ത വൈകാരികതയല്ല സ്നേഹമെന്ന് പറയുന്നത്. പലപ്പോഴും സ്നേഹമെന്ന് പറയുന്നത് ആഴമില്ലാത്തൊരു വികാരമായിട്ടിരിക്കുക ചെയ്യുന്നത്. എ നാരോ, എ ഷാലോ സെൻറ്റിമെൻ്റൽ ഇമോഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു പൊത്തുവരുത്തം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല സ്നേഹം. അല്ലെങ്കിൽ സ്നേഹം ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ഇമോഷൻ. അതൊരു വികാരമേ അല്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ദ വിൽ. ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. മനസ്സിലാവുന്നുണ്ടോ? 1 കൊരിന്ത്യർ ലേഖനം 14:1 വായിച്ചാൽ ഒരു പക്ഷേ അത് മനസ്സിലാവും. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. 1 കൊരിന്ത്യർ സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുവിൻ. സ്നേഹം വികാരപരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടതല്ല, ഇച്ഛാശക്തി ഉപയോഗിച്ച് നാം ആചരിക്കേണ്ടതാണ്. ഇമോഷൻ അല്ലെങ്കിൽ വികാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്കൊരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, ചില കാര്യങ്ങളോട് നമുക്കൊരു സ്നേഹം, ഒരു താല്പര്യം, ഒരു ഇഷ്ടം ഉണ്ടാകും. അതിനാണ് വികാരം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ പേന എനിക്കിഷ്ടമാണ്, ഈ തൊപ്പി എനിക്കിഷ്ടമാണ്, ഈ കസേര എനിക്കിഷ്ടമാണെന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു വികാരം തോന്നുകയാണ്. ചിലപ്പോൾ ഈ കസേര കൊള്ളാമല്ലോ എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അതിനോട് പെട്ടെന്നൊരു ഇഷ്ടം തോന്നുക. പ്രത്യേകിച്ച് ഈ കസേര എൻ്റെ ആയതുകൊണ്ടോ കൊണ്ടുപോകാൻ പറ്റിയതൊന്നുമില്ല, കണ്ടപ്പോൾ ഒരു ഇഷ്ടം അത് ഇമോഷനാണ്. എന്നാൽ ഇച്ഛ എന്ന് പറയുന്നത് അങ്ങനല്ല. ഐ എം മേക്കിംഗ് അപ്പ് മൈ മൈൻഡ്. എൻ്റെ ഇച്ഛാശക്തി, തീരുമാനശക്തിയെ ഞാൻ ഒരുക്കിയെടുക്കുകയാണ്. എന്നിട്ട് ദൈവസ്നേഹം മാത്രമേ ഞാൻ ആചരിക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുക. അപ്പം എന്നെ എതിർക്കുന്നവർ കാണും, എന്നെ ശപിക്കുന്നവർ കാണും, എന്നെ ഇഷ്ടപ്പെടാത്തവർ കാണും, എന്നെ കുറ്റം പറയുന്നവർ കാണും, ഇല്ലേ? ഇങ്ങനെയുള്ളവരൊക്കെ ലോകത്തിലുണ്ടാവും. അപ്പം അവരെ എല്ലാം ആത്മാർത്ഥമായിട്ട് അതാ യേശു കാണിച്ചു തന്നത്. അതിലേക്ക് നമ്മൾ വരാൻ പോവുക. ന്യൂ ഇൻ എംഫസിസാണ് ഇപ്പോൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ന്യൂ ഇൻ എക്സാമ്പിളും ഒക്കെ വരുന്നുണ്ട്, എക്സ്പീരിയൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു വികാരമാണെങ്കിൽ അങ്ങനെ ആളുകളെ സ്നേഹിക്കാനൊക്കെയല്ല. എന്നാൽ ഇതൊരു തീരുമാനമാണ്. വികാരമല്ല, തീരുമാനമാണ്. ഞാൻ എന്ത് വന്നാലും ഞാൻ സ്നേഹിക്കും എന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ, ഇച്ഛ ഉപയോഗിച്ച്, എൻ്റെ തീരുമാനശക്തി ഉപയോഗിച്ച് ഞാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റും. അതിന് ആത്മാവ് കൃപ തരും. കാരണം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാൽ ദൈവസ്നേഹം പകർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് കേട്ടോ. ആ കുഴപ്പം കൂടെ പറഞ്ഞാൽ ഈ ക്ലാസ് തീർക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇതിനകത്തൊരു അഭിനയം വരും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ലാസ്, ഒരു പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ഒരു സ്നേഹത്തിൻ്റെ അഭിനയം, സ്നേഹാഭാസം എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് നോട്ട് ആക്ടിങ്. നമുക്ക് ആക്ട് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ അത് സാധാരണ നിലയിലേക്ക്, അഭിനയിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം. അഭിനയം കഴിയുമ്പോഴത്തേക്ക് അവർ, ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ട്, എനിക്കൊരു സ്നേഹിതന് അച്ഛനുണ്ടായിരുന്നു. അച്ഛനിപ്പം മരിച്ചുപോയി. അപ്പം അച്ഛൻ വീട്ടിൽ വന്നാൽ ഉടനെ കുപ്പായി ഊരി സ്ക്രീനിലോട്ട് എറിഞ്ഞ് കിടക്കട അച്ഛ അവിടെ നിന്ന് പറയുമായിരുന്നു, ഞാനൊന്ന് ഫ്രീ ആകട്ടെ. അപ്പം ഈ കുപ്പായി ഇടുമ്പോൾ ഞാനൊരു അഭിനയ ജീവിതത്തിലാണെന്ന് എൻ്റെ അർത്ഥം. ഞാൻ ഫ്രീ ആയത് ഈ സാധനം അങ്ങോട്ട് പോയപ്പോഴാണ്. അതുപോലെ സിനിമാ നടന്മാരൊക്കെ അങ്ങനെ ആയിരിക്കും. ഈ ആക്ടിങ് കഴിയുമ്പോൾ പല സാധനങ്ങൾ പറിച്ചു മാറ്റാനും എടുത്തു കളയാനും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് ആളൊന്ന് ഫ്രീ ആകുന്നത്. അപ്പോൾ ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ
നമ്മൾ അഭിനയിച്ചുകൊണ്ട് ജീവിക്കാനല്ല. അപ്പോൾ പിന്നെ നമ്മൾ കപടഭക്തിക്കാരാവും, ഹിപ്പോക്രൈറ്റ്. അകത്തൊന്ന്, പുറത്ത് വേറൊന്ന്. എന്നാൽ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നു കഴിയുമ്പോൾ ഒരു റിയൽ ലവ്, ഒബീഡിയൻസ് ടു ഗോഡ് ആൻഡ് ദ കമാൻഡ്മെൻറ്റ് ഓഫ് ഗോഡ്, ഇത് നമ്മുടെ അകത്തേക്ക് വരണം എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. സോ ന്യൂ ഇൻ എംഫസിസ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. അതുകൊണ്ട് അതിനൊരു പുതിയ ഊന്നൽ. ഒരു പക്ഷേ ഈ സ്നേഹം ആചരിക്കാൻ, ഉത്സാഹിക്കാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. എന്താണ് ഈ സ്നേഹം, ഇതെങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നുള്ളതാണ് 1 കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ അധ്യായം വായിച്ച് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിൽ ഈ സ്നേഹത്തിൻ്റെ ഊന്നൽ, അതിൻ്റെ പ്രാധാന്യം, എങ്ങനെയാണ് സഭകളെ, പ്രത്യേകിച്ച് ഓർക്കണേ, ഈ കൊരിന്ത് സഭ വിഭാഗീയതയുള്ളൊരു സഭയായിരുന്നു. പരസ്പരം ഈർഷ്യയൊക്കെ വെച്ചുകൊണ്ടിരുന്നു. കടിക്കാനും തിന്നാനും ഒക്കെ ഗലാത്യർ പോയി. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന അവസ്ഥയിൽ നിങ്ങളെക്കുറിച്ച് ഇതല്ല പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കണം എന്ന് അപ്പോസ്തലന്മാർ ഓർമ്മപ്പെടുത്തി. സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ഗാഥയാണ് അല്ലെങ്കിൽ ഗാനമാണ് ഈ 1 കൊരിന്ത്യലേഖനം 13-ാം അധ്യായം. അത് ആ ഒരൊറ്റ അധ്യായം വായിച്ചാൽ ഈ സ്നേഹത്തിൻ്റെ പ്രാധാന്യം, ചില കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാം, ഭാര്യയും ഭർത്താവും ഇതെന്നും വായിക്കണം, ആഴ്ചയിൽ ഒരിക്കൽ വായിക്കണം, എപ്പോഴെങ്കിലും ഒന്ന് വായിക്കുന്നതല്ല ഏതാണെങ്കിലും കേട്ടോ. അപ്പോൾ ഈ സ്നേഹം എന്താണെന്നുള്ളത് നമ്മുടെ അകത്തേക്ക് നമുക്ക് ഏതായാലും ഒന്ന് വായിക്കാം. 13-ാം അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. അത് ഇതിന്റെ കൂടെ പോകേണ്ടതാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. അപ്പം പുതിയ ഒരു എംഫസിസ് സ്നേഹത്തിന് പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് ആരാ ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വി ഹാവ് എ ന്യൂ എക്സാമ്പിൾ ഇൻ ക്രൈസ്റ്റ് ആൻഡ് വി ഹാവ് എ ന്യൂ എക്സ്പീരിയൻസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പഴയതും പുതിയതുമായ കൽപ്പന സ്നേഹം. അതുകൊണ്ട് സ്നേഹം ആചരിപ്പാൻ, അന്യോന്യം സ്നേഹിപ്പാൻ ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.